ജലമൂറ്റുന്ന അക്കേഷ്യയ്ക്ക് പകരം ഫലവൃക്ഷങ്ങളും വനവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും. കൊല്ലം പിറവന്തൂർ പത്തുപറയിൽ വനദീപ്തി പദ്ധതി വരും തലമുറയ്ക്കായി ഭൂഗർഭ ജലവും പ്രകൃതിയും സംരക്ഷിക്കും. വിനോദസഞ്ചാരികൾക്ക് പാർക്കിന്റെ രൂപത്തിലൂടെ തുറക്കും. ഇതാണ് കൊല്ലം പിറവന്തൂർ പഞ്ചായത്തിലെ അമ്പനാർ ഫോറസ്റ്റ് സ്റ്റേഷന്റെ പരിധിയിൽപ്പെട്ട വനദീപ്തി നഗരവാടിക പാർക്ക്. അല്പ ദിവസങ്ങൾക്കകം ഇത് നമ്മുടെ വിനോദസഞ്ചാരികൾക്ക് മുമ്പിൽ തുറന്നിടാൻ പോവുകയാണ്. ആറ് ഹെക്ടറോളം അക്കീഷ്യ തോട്ടം ഇന്നിവിടില്ല. ഭൂഗർഭജലമൂറ്റുന്ന രക്തരക്ഷസിനെ വനംവകുപ്പ് തന്നെ നിഗ്രഹിച്ചു. ഫലവൃക്ഷങ്ങൾ, ഔഷധ സസ്യങ്ങൾ, ചന്ദനമരം ഉൾപ്പെടെ നട്ട് വൈൽഡ് മിയാവാക്കി സൃഷ്ടിക്കുകയായിരുന്നു. പക്ഷികൾ കൂടുകൂട്ടി, സൂക്ഷ്മജീവികൾ വാസത്തിനെത്തി. കൂട്ടുകുടുംബമായി ജീവജാലങ്ങൾക്ക് ആവാസ വ്യവസ്ഥയുമായി 10,000 അക്കേഷ്യയ്ക്ക് പകരം അത്രയും തന്നെ വരമാകുന്ന നന്മമരം നട്ടു. ശരിക്കും പറഞ്ഞാൽ ഇത് 2002 അക്കേഷ്യ മാഞ്ചിയം പ്ലാന്റേഷൻ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് മുൻകാലങ്ങളിൽ ഇവിടെ ജലദൗർബല്യം ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. പക്ഷേ നമ്മുടെ അക്കേഷ്യയും അങ്ങനെയുള്ള എക്സോട്ടിക് സ്പീഷീസും ഇവിടെ നമ്മൾ പ്ലാന്റ് ചെയ്തതിന് ശേഷം ജലദൗർബല്യം ഒരുപാടുണ്ടെന്നും പറഞ്ഞു നാട്ടുകാർ തന്നെ പരാതി പറയും. അന്നത്തെ വനംവകുപ്പ് മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ സാറിൻ്റെ നിർദ്ദേശാനുസരണം നമ്മൾ 2012 ഈ പ്ലാന്റേഷൻ ഫില്ല് ചെയ്തതിന് ശേഷം ഒരു 5.7 ഹെക്ടർ സ്ഥലം എടുത്ത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അവിടെ ഫ്രൂട്ട് ബെയറിംഗ് ആയിട്ടുള്ള ട്രീസും ഇൻഡിജിനസ് ആയിട്ടുള്ള മറ്റ് ജംഗിൾവുഡ് ട്രീസും മെഡിസിനൽ പ്ലാന്റ്സും ഒക്കെ പ്ലാന്റ് ചെയ്ത് നമ്മൾ സംരക്ഷിച്ചു വരികയായിരുന്നു. അപ്പം ഇപ്പോൾ ഏകദേശം 10-13 വർഷം ആവാറായപ്പോഴത്തേന് ഇവിടുത്തെ ഇതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഇപ്പം പണ്ടത്തെ കൂട്ട് ജലത്തിനൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മുടെ ഒരു വനംവകുപ്പിൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പ്ലാന്റേഷൻസ് ഉണ്ട്. ഇതുപോലെ അക്കേഷ്യയും യൂക്കാലി കുറേ പ്ലാന്റേഷൻസ് ഉണ്ട്. അതെല്ലാം മുറിച്ച് മാറ്റുന്നതനുസരിച്ച് അവിടെ എക്കോ റിസ്റ്റോറേഷൻ നടത്തി ഇതുപോലെ ഒരു സ്വാഭാവിക വനം വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശമാണ്. അതിൻ്റെ ഒരു ആദ്യ പടി എന്നുള്ള നിലയിൽ നമ്മൾ 2012 തുടങ്ങിയ സംരംഭമാണിത്. ഒരു നാടൊന്നാകെ വനദീപ്തിയെ ആസ്വദിക്കാൻ കാത്തിരിക്കുന്നു. സർക്കാർ പദ്ധതിയെ രാഷ്ട്രീയ ഭേദമന്യേ പിന്തുണയ്ക്കുന്നു. തീർച്ചയായും വനദീപ്തിയെ കൊണ്ട് വളരെയധികം ഗുണമാണ്. ഒരുപാട് ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ കിട്ടും. ഗവൺമെൻറ്റിൻ്റെ നല്ലൊരു പദ്ധതിയാണ്. അതുകൊണ്ട് നമ്മുടെ ജലസ്രോതസ്സുകൾ എല്ലാം അതേപോലെ തന്നെ നിലനിൽക്കാൻ പറ്റും. ഇപ്പം നിൽക്കുന്ന അക്കീഷ്യ മാഞ്ചിയൊക്കെ ജലസ്രോതസ്സിനെ മൊത്തം നശിപ്പിക്കുകയാണ്. അക്കീഷ്യ പ്രദേശവാസികൾക്കും ഭൂമിക്കും വില്ലനായിരുന്നു. ജലക്ഷാമവും രോഗങ്ങളും ഇവ പരത്തി. അക്കീഷ്യയെ നീക്കി കാട് സൃഷ്ടിച്ചതോടെ പാർക്ക് സജ്ജം. പ്രകൃതിയുടെ ഓക്സിജൻ പാർലറിലേക്ക് ഇനി വിനോദസഞ്ചാരികൾ എത്തും. ഒരു കല്ലിൽ 2 മാങ്ങ എന്ന് പറയുന്ന നാടൻ പ്രയോഗമുണ്ട്. അത് അന്വർത്ഥമാക്കുകയായിരുന്നു നമ്മുടെ അമ്പനാർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. അക്വേഷ്യ മരങ്ങൾ മുഴുവനും മുറിച്ചു മാറ്റി. സമീപ പ്രദേശങ്ങളിൽ ഇപ്പോൾ കുടിവെള്ളക്ഷാമമില്ല, ജലസ്രോതസ് ഭദ്രമായി. അതേസമയം പുതിയ ഒരു ഇടം കൂടി, ഒരു വിനോദസഞ്ചാര മേഖല കൂടി ഇവിടെ രൂപപ്പെടുത്താനുമായി. അതിന് വരുമാനമാകും, ആളുകൾക്കൊരു എൻ്റർടൈൻമെൻറ്റുമാകും. അമ്പനാർ ഫോറസ്റ്റിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.